പ്രൈസലോ കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പണം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിനു വേണ്ടി കാതോർക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഭാ സംഘടന വ്യത്യാസമന്യേ കടന്നു വന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ ഏനാത്ത് പട്ടണത്തിലെ ഡ്രൈവേഴ്സ് യൂണിയൻ തൊഴിലാളികൾ, വ്യാപാരി, വ്യവസായികൾ, മറ്റ് ആവശ്യങ്ങൾക്കായി ഈ പ്രദേശത്തേക്ക് കടന്നു വന്നവർ, ഈ ഉച്ചഭാഷണി ശ്രവിക്കുന്ന മാന്യശ്രോതാക്കൾ എല്ലാവരെയും വേഗം വരാം നറുളി ചെയ്ത തനിനായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗ്രേറ്റ് ഇന്ത്യൻ പ്രയർ ടീമിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിനെ ഉയർത്തുവാനും ദൈവം അവർക്ക് കൃപ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിൽ കർത്താവിന് ചിലത് ചെയ്യുവാനുണ്ട്. എത്ര പേർ ആമേൻ പറയുവാനുണ്ട്? പലരും ചിന്തിക്കും, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ ചെയ്യുവാൻ പോകുന്നത്? ഇവിടെ ഞങ്ങളുടെ ഒരു സന്ദേശമാണ് ഞങ്ങൾ പറയുന്നത്, ഒരു വ്യക്തിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ വ്യക്തിയുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. നമ്മൾ ഇതിനു മുമ്പേ കേട്ടു, വിവിധ ജീവിതത്തെയും മാറ്റിമറിച്ച് കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ പലരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്തെടുത്തത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. വേഗത തന്നെ ചില ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വേദഭാഗം അല്പനേര ചിന്തയ്ക്കായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വേദഭാഗം. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: The light shines in the darkness and the darkness has not overcome. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടച്ച കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് അതരങ്ങളെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്താട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു കാഴ്ചക്കാരായിട്ടല്ല, ഇന്ന് രാത്രിയിൽ ചിലതൊക്കെ പ്രാപിക്കുവാൻ എല്ലാ കണ്ണുകളും അടച്ച് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ ആ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ ശബ്ദവും ആ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഇന്ന് പകൽ മനുഷ്യന്റെ ശബ്ദമല്ല, മാനുഷികമായിട്ടുള്ള ശബ്ദമല്ല, ഉയരത്തിൽ നിന്ന് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവാത്മാവ് കർണകുടങ്ങളെ ഒരുക്കേണ്ടതിന് എല്ലാ സ്വരങ്ങളും ചലിപ്പിച്ച് ആ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നവരെല്ലാവരും We thank you Jesus, we thank you Jesus, we thank you Jesus. ഞങ്ങൾ പാടുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവരാജ്യ മഹത്വത്തിനാക്കി തീർക്കുവാൻ എല്ലാ തരങ്ങളും ചലിപ്പിച്ചു തുടങ്ങിയാട്ടെ. മനുഷ്യന്റെ ശബ്ദമല്ല, മനുഷ്യന്റെ വാക്കുകളല്ല, ഒരുപക്ഷെ അത് മാറിപ്പോകും. ഇന്ന് പകൽ മാറാത്ത ഒരു നിത്യ ശബ്ദം നമ്മുടെ കർണകുടങ്ങളിൽ മുഴുകേണ്ടതിന് ജനമെല്ലാം കർത്താവിന് സ്തോത്രം കൊടുത്താട്ടെ. We thank you Jesus, we thank you Jesus, we thank you Jesus. ഇരുളിനെ പിടിച്ചടക്കുവാൻ കഴിയാത്തതുപോലെ ഒരു വലിയ വെളിച്ചം ഇതിനകത്ത് ആഘോഷിക്കേണ്ടുന്നതിന്, ഇതിനകത്തേക്ക് ഇറങ്ങി വരേണ്ടുന്നതിന്, ഇതിനകത്ത് ആകർഷിക്കേണ്ടുന്നതിന് എല്ലാ ശബ്ദവും ഉയർത്തിയ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Mighty Father, we once again thank you and to praise you for this blessed time. We come in eager to your throne of grace, Lord. Many times we are away from you, Lord. Many of the circumstances is against us, Lord. But we are looking to the most highest place, Lord. We pray for the great prayer team, Lord. We give all the pastors, giving your mighty hand, Lord. We pray for all our country in India, giving your mighty hand, Lord. We pray for the 28 states in your mighty hand, Lord. And so we pray for the 9 territories, giving your mighty hand. We give all the 14 districts in our Kerala. We give in your mighty hand, Lord. Your mighty presence want to be covered up. Wherever this travel goes, your mighty army want to be covered up. We give all the glory and honor in your mightiest presence, Lord. Bless each and everyone together, whoever gathered here. As we prayed, Lord, your army want to be covered up. You want to do the great things among us, Lord.
Bless each and everyone together. In the name of Jesus Christ we pray. Amen. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise the Lord. Hallelujah. Hallelujah. ഈ യാത്രയുടെ പ്രയാണത്തിന്റെ വളരെ ദൈർഘ്യമുള്ള യാത്രകളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ എത്തിച്ചേർന്ന പ്രിയ ഗ്രേറ്റ് ഇന്ത്യൻ പ്രയർ ടീമിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇതിന്റെ അമരക്കാരനായിരിക്കുന്ന പ്രിയ അരുൺദാസ് ദേവദാസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. And we give all the things for you also. ഒരുപക്ഷേ ദൈവം കൊടുത്ത ഒരു ദർശനത്തിന് പിന്നാലെ കേരളമൊക്കെയും ഇത് ട്രാവൽ ചെയ്തു പോകുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. ദൈവം ചിലരെ ഒരുക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പല നാടുകളിലും സുവിശേഷം എത്തിയിട്ടില്ല, നല്ല സന്ദേശം യേശുവിനെ കുറിച്ചുള്ള നല്ല വർത്തമാനം എത്തിയിട്ടില്ല. എന്നാൽ അത് കേന്ദ്രീകരിച്ച് പോകുകയും തെരുവീതികൾ, പട്ടണങ്ങൾ, ദേശങ്ങളൊക്കെയും ആ നല്ല നസ്രായനായ യേശു ക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടുവാൻ ദൈവം കൊടുത്തിട്ടുള്ള വലിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. വളരെ സുപരിചിതവും വളരെ സന്തോഷവും നൽകുന്ന വാക്യമാണ്. The light shines in the darkness and the darkness has not overcome it. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. പറഞ്ഞാട്ടെ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. പലപ്പോഴും ഇരുളെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളാണ്. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ അധ്യായവും വാക്യങ്ങളുമാണ് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നത്. 66 പുസ്തകങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്ര ബിന്ദുവെന്നും ഇല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നും ഒക്കെ വിളിച്ചു പറയുന്നത് ഈ യോഹന്നാന് ദൈവം കൊടുത്ത വലിയ വെളിപ്പാടാണ്. ഏകദേശം 5 കൃതികളാണ് യോഹന്നാൻ ഇതിനകത്ത് ചമച്ചിട്ടുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1, 2, 3 യോഹന്നാൻ, അതോടൊപ്പം തന്നെ വെളിപ്പാടിന്റെ പുസ്തകം എന്നിങ്ങനെ വളരെ വ്യത്യസ്ത രീതിയിൽ ദൈവം കൊടുത്ത ആലോചനകളെ ക്രോഡീകരിച്ച് ഇതിന്റെ അകത്ത് സുവിശേഷം എന്നതുപോലെ ഇനി നടക്കുവാനുള്ള വരുവാനുള്ള സംഭവങ്ങളെ അതിതൃഷ്ടമായി വിളിച്ചു പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം വളരെ ഉൽപ്പത്തിയോട് താരതമ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഭൂമി എങ്ങനെ ഉൽപ്പത്തി, അല്ലെങ്കിൽ ഭൂമിയുടെ ഉൽപ്പത്തി എവിടെയാണ്, ഭൂമി എങ്ങനെയാണ് വന്നത്, ഇതൊക്കെ താരതമ്യപ്പെടുത്തിയാണ് യോഹന്നാൻ എഴുതിയ ആദ്യ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ കാണുന്ന ഇങ്ങനെയാണ്. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉൽപ്പത്തിയിൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പദങ്ങളാണ് ഇവിടെയും കാണുന്നത്. എങ്ങനെയാണ് പലപ്പോഴും മനുഷ്യന്റെ ചിന്തയിൽ ഒതുങ്ങാത്തതാണ് എങ്ങനെയാണ് ഈ ഭൂമി ഉളവായത്. പല സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ബിഗ് ബാങ് തിയറി, ഒരു പൊട്ടിത്തെറിയിൽ കൂടെയാണ് ഇത് ഉളവായതെന്ന് പറയും. എന്നാൽ വചനം അതിന് കൃത്യമായ ഉത്തരമാണ് നൽകുന്നത്. പൊട്ടിത്തെറി എന്ന് നിങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾ പറയുന്നു അത് ദൈവത്തിന്റെ ശബ്ദമാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയോ? നിങ്ങൾ അതിന് ബിഗ് ബാങ് തിയറി എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു അത് ഉയരത്തിലെ ഒരു ശബ്ദം തന്നെയാണ്. സയൻസ് പലപ്പോഴും ബൈബിളിനെ പരാജയപ്പെടുത്തുവാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ സയൻസിനെ പരാജയപ്പെടുത്തിയതാണ് വചനം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പലരുടെയും തത്വചിന്തകന്മാരുടെയും ഫിലോസഫേഴ്സിന്റെയും ചിന്തകളിലും അവരുടെ പഠനങ്ങളിലും നിരത്തുന്നത് ഇങ്ങനെയാണ്. വചനത്തെ പലപ്പോഴും കീഴ്മേൽ മറിക്കുവാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പറയുന്നു മനുഷ്യൻ വന്നത് ഒരു കുരങ്ങിൽ നിന്നല്ല, മനുഷ്യൻ വന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നല്ല. വചനം അതിന് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ആരോ ജനിക്കുന്നു, ആരോ മരിക്കുന്നു എന്നല്ല. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്നവ പ്രത്യാശയുള്ള വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ട്. ഞങ്ങൾക്കുള്ള പ്രത്യാശ എന്താണെന്നറിയാമോ? മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദത്താൽ, ഇല്ലെങ്കിൽ മനുഷ്യനെ തന്റെ സ്വന്തം സ്വരൂപത്താൽ ഉരുവാക്കിയിരിക്കുന്നത് ദൈവത്തിന് യാഗമായി തീരുവാനാണ്, ദൈവത്തിന് പ്രസാദമായി തീരുവാനാണ്. ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. യോഹന്നാൻ വളരെ
സന്തോഷത്തോടെ ഈ യോഹന്നാന്റെ സുവിശേഷം രചിക്കുമ്പോൾ സബദിപുത്രന്മാരായിരിക്കുന്ന യോഹന്നാൻ വളരെ സന്തോഷത്താണ് ഈ കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ നമുക്ക് ദൈവം കൊടുത്ത മഹനീയമായ വെളിപ്പാടിന്റെ ആകത്തുക നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 5 വാക്യങ്ങളെ ക്രിയേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉത്ഭവത്തെ പറ്റിയാണ് പറയുന്നത്. മോശയ്ക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ കൊടുത്തത് പുതിയ നിയമ കാലഘട്ടത്തിൽ ആർക്കാണ് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുവാൻ ഒരു നല്ല വ്യക്തി എന്ന് പറയുന്നത് ഈ യോഹന്നാൻ തന്നെയാണ്. ആദ്യത്തെ 5 വാക്യങ്ങളും അതിനെ പറ്റിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം കാണുന്നത് എറ്റേണൽ ലൈഫ്, അതായത് നിത്യ അനന്തരമായിട്ടുള്ള മരണാനന്തരമായിട്ടുള്ള ഒരു പഠനമാണ് യോഹന്നാൻ ഇവിടെ നടത്തുന്നത്. അതിനുശേഷം 1-ാം അധ്യായം ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വിറ്റ്നസ് ദ ട്രൂത്ത് എന്നാണ്. സത്യത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ കഴിയുക. അതിനുശേഷം ഇങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് വേർഡ് ബിക്കം ഫ്ലെഷ് എന്നാണ്. ഇന്ന് രാത്രിയിൽ പറയട്ടെ, മനുഷ്യനായി അവതരിച്ച ഇല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ച ഒരു നല്ല നസ്രയനുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉയർത്തുന്ന ഒരു കർത്താവാണ്. ആ നസ്രയനായ യേശുവാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് രക്ഷിതാവായിട്ടുള്ളത്. The word become flesh. വചനം ജഡമായി തീർന്നു. എന്താണ് ഈ വചനം എന്ന് പറയുന്നത്? ശബ്ദം എന്ന് പറയും, ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ പറയുന്നു, വചനം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവ് ഭൂമിയിൽ അവതരിച്ചിട്ട് മനുഷ്യരോടൊപ്പം വാസം ചെയ്തു. മനുഷ്യൻ കരയാറുണ്ട്. നാം ഓരോരുത്തരും കരയുന്ന വ്യക്തികളാണ്. നാം പലരും ചിരിക്കുന്ന വ്യക്തികളാണ്. യേശു കരയുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. വിശക്കുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഈ അനുഭവങ്ങൾ 100% ഹ്യൂമാനിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. 100% മനുഷ്യനാണ് എന്ന് തെളിയിക്കുന്നതാണ്. എന്നാൽ വചനം വായിച്ചു നോക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ അതിനകത്ത് കാണുവാൻ കഴിയുന്ന ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് കരഞ്ഞത് മനുഷ്യൻ കരയുന്നത് പോലെയാണ്. എന്നാൽ അപ്പുറത്ത് കർത്താവ് കരഞ്ഞത് ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയോ? കർത്താവ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ഞാൻ പറയുന്നു, ദൈവത്തിന് ഈ ദേശത്ത് ഒരു അത്ഭുതം ചെയ്യുവാനുണ്ട്. 100% ഹ്യൂമനാണ്, ഹ്യൂമാനിറ്റിയാണ്. അപ്പുറത്തെ സൈഡ് ഞാൻ പറയുന്നു 100% ഡിവിനിറ്റിയാണ്. കർത്താവ് ഏക സത്യ ദൈവം എന്ന് വിശേഷിപ്പിക്കുക. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഇന്ന് രാത്രിയിൽ മനുഷ്യനായി മാത്രം കാണല്ലേ. ഇന്ന് രാത്രിയിൽ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു നോക്ക്. ചരിത്ര പുരുഷനായി ഈ ഭൂമിയിൽ അവതരിച്ചതിന് ശേഷം മകനീയം വിട്ട് മഹത്വപൂർണനായിരിക്കുന്ന മഹോന്നതങ്ങളിൽ വസിക്കുന്ന മഹിമ കണ്ട സാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന നല്ല കർത്താവ് ഭൂപരപ്പിലേക്ക് ഇറങ്ങി വന്നത് മാന്യ ശ്രോതാവേ നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ല, ഞാൻ പറയുന്നു, അത് നമുക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ കാണുവാൻ കഴിയുന്നു. അതിനുശേഷം മരുഭൂമിയിൽ ഒരു ശബ്ദം എന്നതുപോലെ ദൈവത്തിന്റെ ശബ്ദം. പലരും പല ശബ്ദങ്ങൾ കേൾക്കാറുള്ള വ്യക്തികളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ഉച്ചഭാഷണിയുടെ ശ്രവണസീമയിലേക്ക് ഞാൻ ഈ വാക്കുകൾ കൈമാറ്റം ചെയ്യുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായി തീരണം. ഇന്ന് രാത്രിയിൽ നമ്മൾ ജനിച്ചതിനൊരു പർപ്പസ് ഉണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ശബ്ദവീതിയിൽ, ഈ ശബ്ദത്തിന്റെ ശ്രുതിയിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്തു തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിന്റെ പേരാണ് യേശു ക്രിസ്തു. മാനവ ലോകത്തിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് ശബ്ദമായി മാറുവാൻ, മനുഷ്യന് മുൻപോട്ട് വഴികാട്ടിയായി മാറുവാൻ, മനുഷ്യനെ മുൻപോട്ട് പാപത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ അവൻ അവതരിച്ചത്. മാന്യ ശ്രോതാവേ, നീ പിന്നെ ഈ പാപത്തിൽ പോകുവാനല്ല, നീ പിന്നെയും കെട്ടുപാടിൽ കിടക്കുവാനല്ല, മറിച്ച് നിന്നെയും സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. വചനം വായിച്ചതുപോലെ നിങ്ങളെ ഇരുളിൽ നിന്ന് പുറത്തെടുക്കുവാനാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും?
ഈ ശബ്ദം കേൾക്കുന്ന വിശ്വാസി സമൂഹം ഇതിന്റെ മുൻപിലുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന കടകമ്പോളങ്ങളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട്. നിങ്ങളോട് പറയുവാനുള്ള ഒരു സന്ദേശം ഇതാണ്: നിങ്ങൾ ഇരുളിന്റെ അകത്ത് കിടക്കുവാനല്ല, ഇരുളിൽ നിന്ന് പുറത്തു വരേണ്ടുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇരുളിൽ ജീവിക്കേണ്ടുന്നവരല്ല, ഇരുളിൽ നിന്ന് പുറത്തു വരേണ്ടുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇരുളിൽ മുൻപോട്ട് തപ്പി നടക്കുവാനുള്ളവരല്ല, ഇരുളിൽ നിന്ന് പുറത്തു വരേണ്ടുന്നത് അത്യാവശ്യമാണ്. ഈ ഉച്ചഭാഷണിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ശ്രോതാവേ, നീ ഇരുളിന്റെ അറയിലായിരുന്നാലോ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ നസ്രയന്റെ പേരാണ് യേശു ക്രിസ്തു. വെളിച്ചം സത്യമാണ്. ഇരുളുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്. നമുക്ക് പകലെന്നും രാവെന്നും ഒക്കെ വിളിക്കുന്നത് പോലെ ഞാനൊരു ചിന്ത നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യാം. ഇരുളെന്ന് പറയുന്നത് മായയാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? വെളിച്ചം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. വെളിച്ചത്തിന് മങ്ങൽ വരാറില്ല. എന്നാൽ ഇരുള് പലപ്പോഴും മായ പോലെ മാഞ്ഞു പോകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഞാൻ പറയുന്നു, പലപ്പോഴും മായ പോലെ ഇരുൾ കയറി വന്നാൽ അതിനെ മാറ്റുവാൻ കഴിവുള്ള ഒരു നല്ല വെളിച്ചത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ കർത്താവിന്റെ പേരാണ് യേശു ക്രിസ്തു. ഈ ദേശത്ത് വിശ്വാസി സമൂഹം ചേർന്ന് ആമേൻ പറഞ്ഞാട്ട് നമ്മൾ ഉയർത്തുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കോടികൾ വ്യക്തികൾ ആരാധിക്കുന്ന ഒരു നാമം, ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടുന്ന ഒരു നാമം, അവന്റെ പേര് ഭയപ്പെടുത്തുന്ന പേരാണ്. അവന്റെ പേര് ജീവിതത്തിന് മാറ്റം വരുത്തുന്ന പേരാണ്. അവന്റെ പേര് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു. യോഹന്നാനുകളിൽ കിട്ടിയ വെളിപ്പാടിതാണ്. യേശു ക്രിസ്തുവാണ് വെളിച്ചം എന്നുള്ളത്. പലരും ഇരുട്ടിൽ തപ്പി നടക്കാറുണ്ട്. ഇരുട്ടിൽ മുൻപോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ പോകുന്നവരുണ്ട്. ഇരുട്ടിന്റെ ചില ഒന്ന് രണ്ട് കാര്യങ്ങളും പറഞ്ഞ് വേഗം പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയോ. ഒന്ന്, ഇരുട്ടെന്ന് രേഖപ്പെടുത്തുന്നത് ലഹരി ഉപയോഗങ്ങളാണ്. എന്താണ് ഈ ലഹരി ഉപയോഗങ്ങളെ ഇരുട്ടെന്ന് വിശേഷിപ്പിക്കുന്നത്? ലഹരി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അവരുടെ സ്ഥിരത നഷ്ടപ്പെടുന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് പുകയില ഉൽപ്പന്നങ്ങളും മദ്യവും മയക്കുമരുന്നുമൊക്കെയാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന വിപത്ത് എന്ന് പറയുന്നത് ലഹരിയുടെ പല അവസ്ഥകളാണ്. അതിനെ തുടച്ചു നീക്കുവാൻ ഗവൺമെന്റ് വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ തൂഫാൻ എന്നതുപോലെ മുൻപോട്ടാക്കുവാനും ചെയ്യുന്നുണ്ട്. എന്നാൽ മാന്യശ്രോതാവേ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവോടുകൂടെയോ അറിയാതെയോ നിങ്ങൾക്കത് ഉപയോഗിക്കാം. എന്നാൽ ഞങ്ങൾ പറയുന്ന ഒരു സത്യസന്ദേശം ഇതാണ്: നിങ്ങൾ അതുപയോഗിച്ച് ഇരുളിലേക്ക് പോകുവാനുള്ളവരല്ല, അത് ഉപയോഗിച്ച് ഇരുളിന്റെ ജീവിതം നയിക്കുവാനുള്ളവരല്ല, അതുപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തെ ഇരുളിലേക്ക് തള്ളിവിടുവാനുള്ളവരല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് ആഹ്വാനം ചെയ്യേണ്ടുന്നവരാണ്. ഈ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ അത്യുച്ഛ്വസനം വിളിച്ചു പറയുന്നു: ഇരുളിന്റെ മക്കളായി വാഴുവാനല്ല, വെളിച്ചത്തിന്റെ ആയുധമെടുക്കുവാൻ, വെളിച്ചത്തിന്റെ ക്രിസ്തുവിനെ കാണുവാൻ, വെളിച്ചത്തിന്റെ നാസ്വയനെ കാണുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ കണ്ണുകളെ തുറക്കട്ടെ. ലഹരി ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഡാർക്ക്നെസ്സിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇരുളിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇരുൾ പലപ്പോഴും മരണത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലഹരി പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അവരുടെ ജീവിതത്തെ ലഹരിക്ക് അടിമപ്പെട്ട് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ ക്ഷണിച്ചെടുത്തതിന് ശേഷം ഒരു കുടുംബത്തിൽ വിപത്തെന്നത് പോലെ അലറിക്കയറി വരുന്ന ഒത്തിരി വിപത്തുകൾ ഇതിന്റെ പിന്നിലുണ്ട്. എന്നാൽ ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇത് നിങ്ങളെ കൊണ്ടുപോയി വിടുന്നത് മരണത്തിലേക്കാണ്. മരണം എന്ന് പറയുന്ന മൂന്നക്ഷരം ആരും ക്ഷണിക്കാതെ വണ്ണം കടന്നു വരുന്നത് ഒന്നാണ്. അതിഥി എന്നൊക്കെ പറയാം. ആരും ക്ഷണിക്കാതെ വണ്ണം കടന്നു വരുന്ന അതിഥിയെ പലപ്പോഴും ചെറുപ്രായത്തിൽ നിന്ന് തുടങ്ങി കൂട്ടുകാരുടെ കൂടെ തുടങ്ങുന്നതാണ് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം എന്ന് പറയുന്നത്. ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതിനു ശേഷം പലപ്പോഴും അവരുടെ ജീവിതത്തെ പിന്നെ അതില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഭവനത്തിലാണെങ്കിൽ ഒരു കുഞ്ഞിന് ബൈക്ക് മേടിച്ചു കൊടുത്ത് അവനെ
മുൻപോട്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു കൊടുത്തു. എന്നാൽ പെട്ടെന്ന് കേൾക്കുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: മദ്യത്തിന്റെ ആസക്തിയിൽ സുബോധം നഷ്ടപ്പെട്ട വാഹനം എടുത്ത് മറ്റു വാഹനത്തിലേക്ക് ഇടിച്ചു കയറി ക്ഷണനേരത്തേക്ക് അലറിയെടുക്കുന്നത് പോലെ മരണത്തെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഈ ലഹരി ഉപയോഗങ്ങളല്ലേ? ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു മാർഗനിർദ്ദേശമാണ്. ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു മാർഗനിർദ്ദേശമാണ്. ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല കുഞ്ഞേ, ഇത് മാർഗം ചൂണ്ടിക്കാണിക്കുന്നതാണ്. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകാതെ മിഥ്യതയിലേക്ക് പോകുവാൻ, മിഥ്യത ലക്ഷ്യം വെക്കുവാൻ ഇന്ന് രാത്രിയിൽ ചിലരെ ദൈവം സ്നേഹിക്കുന്നു. വിളിച്ചു വരുത്തുന്നതിന് എന്നതുപോലെ മരണം ചിലരിലേക്ക് ഓടിപ്പാഞ്ഞെടുത്തു വരുമ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യുവാൻ, അതിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വെളിച്ചമെന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശു ക്രിസ്തുവാണ്. ജനം ചേർന്ന് കർത്താവിനൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ അത്യുച്ചസ്വരം വിളിച്ചു പറയുന്നത് ഈ നസ്രയന്റെ നാമത്തെയാണ്. മതത്തിന്റെ വ്രണപ്പെടുത്തുന്ന വാക്കുകളല്ല, സ്നേഹത്തോട് പറയുന്നത് വാക്കുകളാണ്. കുഞ്ഞെ മദ്യപിക്കരുത്, പിതാവെ മദ്യപിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി നിത്യത ഒരുക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. Praise God. Hallelujah. Hallelujah. വെളിച്ചം സത്യമാണ്, പക്ഷെ ഇരുൾ മായയാണ്. വെളിച്ചം സത്യമാണ്, പക്ഷെ ഇരുൾ ഈ സത്യത്തെ മൂടുവാൻ നോക്കുന്നതാണ്. ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ പറയുന്നു, പലപ്പോഴും സത്യത്തെ മറച്ചു കളയുവാൻ ഇരുളിന്റെ വ്യാപാരം കടന്നു വരുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവകൃപ പ്രാപിച്ച ദൈവജനം പ്രാർത്ഥനയോടിരിക്കുക. ദേശത്തെ ഇരുളിന് വിട്ടുകൊടുക്കത്തില്ല. ദേശത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഇതിനകത്തിരിക്കുന്നവര്. ഈ ഉച്ചഭാഷണി കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ദേശത്തെ ഇരുളിലേക്ക് വിടുന്നവരല്ല, മറിച്ച് നിത്യത കാണിച്ചു കൊടുക്കുന്നവർ, നിത്യത ചൂണ്ടിക്കാണിക്കുന്നവർ. ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിത്യത നഷ്ടമാകരുത്. ഒരു ഹൈന്ദവ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്താണ് ഈ സനാതന ധർമ്മം? മരിച്ചതിന് ശേഷം കാക്കയായോ പുഴുവായോ പല്ലിയായോ പക്ഷിയായോ ഒക്കെ ജനിക്കുമെന്ന് പറയുന്ന വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുകയല്ല. എന്നാൽ വചനം അതിന് കൃത്യമായ മറുപടി തരുന്നു. മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിത്യമായൊരു വാസമുണ്ട്. നിങ്ങൾ ചെയ്തതിന് ഹല്ലേലൂയ പ്രായശ്ചിത്തം എന്നതുപോലെ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് മറുപടി നൽകുന്ന ഒരു ജുഡീഷ്യൽ കോർട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ വ്യത്യസ്ത രീതിയിലുള്ള ഹല്ലേലൂയ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അതീതമായി നൽകുന്ന ശിക്ഷകൾ, അതീതമായി നൽകുന്ന പാരിതോഷികങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട്. അത് നസ്രയനായ യേശു ക്രിസ്തു നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ്. യോഹന്നാന് കിട്ടിയ വെളിപ്പാടും ഇതാണ്. ലോകത്തിൽ വരുവാനുള്ളതിനെ, ലോകത്തിൽ മുൻപോട്ട് വരുവാനുള്ളതിനെ ആഹ്വാനം ചെയ്യുകയാണ് യോഹന്നാൻ പറയുന്നു, പലപ്പോഴും വെളിച്ചം ഇരുളിനെ മറച്ചു കളയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, വെളിച്ചത്തിൽ ഇരുളിൽ പ്രകാശിക്കുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് നസ്രയന്റെ നാമം മാത്രമാണ്. ജീസസ്. വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര വ്യക്തികൾ വന്നാലും, എത്ര പൊളിറ്റീഷ്യൻ പവറുകൾ വന്നാലും, എത്ര അധികാരികൾ വന്നാലും, എത്രമായി അതിനെ മാറ്റി മറിച്ചു കളയുവാൻ നോക്കിയെന്നാലും അസേരിയയുടെ കാലം കഴിഞ്ഞ്, റോമന്റെ കാലം കഴിഞ്ഞ്, ഡെമോക്രസിയുടെ കാലത്തും ഈ മാർഗനിർദ്ദേശികളെ പലപ്പോഴും മാറ്റിക്കളയുവാൻ നോക്കുന്നതാണ്. എന്നാൽ ഞാൻ പറയുന്നു, സത്യത്തെ മറച്ചു കളയുവാൻ കഴിയത്തില്ല. സത്യം എന്നും നിലനിൽക്കുന്നതാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഇരുളെന്ന് വിശേഷിപ്പിക്കുന്നത് മാനിശ്രോതാവെ നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ കറകളെയാണ്. ഇരുളെന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയാത്തതുപോലെ പ്രയാസങ്ങളെ വിധിക്കുന്ന പെയിൻഫുൾ സിറ്റുവേഷനെയാണ്. ഇരുളെന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ണീര് മാത്രം നിലനിൽക്കുന്ന, കണ്ണീർ മാത്രം തരുന്ന ഒരു അനുഭവത്തെയാണ്. എന്നാൽ അപ്പുറത്ത് ഞാൻ വെളിച്ചമായി പ്രതിഷ്ഠിക്കുന്ന ഒരേ ഒരു നാമ ഇന്ന് രാത്രിയിൽ പറ, അത് അത്യുച്ചസ്വരം പറ, അത് നസ്രയന്റെ നാമം മാത്രമാണ്.
പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം 3 കാര്യൻപാണിയിൽ മരിച്ച്, പല വ്യക്തികളും പറഞ്ഞു മരിച്ചു കഴിഞ്ഞു. യെസ്, ഇരുളായി കഴിഞ്ഞു. ഇരുൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. പലരും നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഇരുളാണെന്ന് പറയുമ്പോൾ, മദ്യത്തിന്റെ ലഹരിയാകട്ടെ, പെയിൻഫുൾ സിറ്റുവേഷൻസ് ആകട്ടെ, സോറോഫുൾ സിറ്റുവേഷൻസ് ആകട്ടെ, ഇരുളിന്റെ വ്യാപാരം കടന്നു പിടിച്ചെന്ന് പറയുന്ന അവസ്ഥയാകട്ടെ, ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീയതയുടെ വക്കീലാണെന്ന് ചിന്തിക്കുന്നവരോടും ഈ ദേശത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല നസ്രയനുണ്ട്. അവന്റെ പേരത്രേ യേശു ക്രിസ്തു. ഞങ്ങൾ ആ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളും ലോകത്തിന്റെ അതീതയിൽ ഓടിയ വ്യക്തികളുണ്ട്, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പോയ വ്യക്തികളുണ്ട്, ലൗകികമായ സുഖങ്ങൾ അന്വേഷിച്ചു പോയ വ്യക്തികളുണ്ട്. ലഹരി എന്ന് പറയുന്ന, കാർന്നു പിടിച്ചു കഴിക്കുന്ന, മദ്യത്തെയും മയക്കുമരുന്നിനെയും അടിമപ്പെട്ട് ജീവിക്കേണ്ടുന്ന വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവന്ന ഒരു സത്യ സുവിശേഷം എന്ന് പറയുന്നത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. ആരാണ് ഈ നസ്രയൻ എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഏക സത്യ ദൈവമെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിവുള്ള, ഇന്ന് രാത്രിയിൽ പറഞ്ഞിട്ട്, ഏക സത്യ ദൈവം അവൻ മാത്രമാണ്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. അഡിഷൻസ് പലപ്പോഴും ഇരുളിലേക്ക് തള്ളിവിടുവാൻ നോക്കിയെന്ന് വന്നേക്കും. നിങ്ങളുടെ ചിന്തകൾ പലപ്പോഴും ആത്മഹത്യയിലേക്ക്, വക്കിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു എന്ന് വന്നേക്കും. എന്നാൽ ഈ ദേശത്തിലെ ദേശനിവാസികളോട് ഞാൻ പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ കരുതുവാൻ കഴിയുന്ന, നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ കഴിയുന്ന ഒരു നല്ല നസ്രയനുണ്ട്. ഈ ദേശത്തെ, ഈ ശബ്ദവീതിയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, സ്നേഹിത, നിങ്ങൾ മദ്യത്തിന് അടിമപ്പെട്ടു പോകുവാനുള്ളവരല്ല. നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയേണ്ടുന്നതല്ല. നിങ്ങളെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളിലേക്ക് തള്ളിക്കളയുവാനുള്ളതല്ല. ഇരുളിൽ വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പ്രകാശിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ കൂട്ടുകാർ നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് വന്നേക്കും, സഹപാഠികൾ നിങ്ങളെ മാറ്റി നിർത്തിയെന്ന് വന്നേക്കും, നിങ്ങൾക്കറിയാവുന്നവർ ഒരു പക്ഷേ നിങ്ങളെ മാറ്റി നിർത്തിയെന്ന് വന്നേക്കും. എന്നാൽ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ല നസ്രയനുണ്ട്. പല വ്യക്തികളും ഇതിനെ മാറ്റുവാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്, യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന വ്യക്തിയാണ് യോഹന്നാൻ. മാർവോട് ചാരിയിരിക്കുമ്പോൾ ദൈവം കൊടുത്തിട്ടുള്ള വലിയ ശ്രദ്ധേയമായിട്ടുള്ള ചില വെളിപ്പാടുകൾ, ചില ദർശനങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ. വെളിപ്പാട് പുസ്തകം 66 പുസ്തകത്തിന്റെ അവസാനത്തെ കടൈശി പുസ്തകമാണ്. അത് പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാലങ്ങൾക്ക് മുൻപേ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് യോഹന്നാൻ എന്ന അപ്പോസ്തലൻ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്: ഈ ഭൂമി അഴിഞ്ഞു പോകും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഈ ഭൂമി പേപ്പർ ചുരുട്ടുന്നത് പോലെ ചുരുട്ടി മാറ്റിക്കളയുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഓസോൻ പാളിയിൽ വീണ വിള്ളലല്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വാഴ്ച ഈ അന്ത്യകാലത്ത് ഞാൻ പറയുന്നു, ഇത് കലിയുഗമാണെങ്കിൽ ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തു. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയോ? ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തു. മനുഷ്യന്റെ ജീവിതത്തെ ഇരുളിലേക്ക് തള്ളിക്കളയുകയല്ല, മറിച്ച് ജീവിതത്തെ വെളിച്ചത്തിലേക്ക് കൊടുക്കുവാൻ വെളിച്ചത്തിലേക്ക് കൊടുക്കുവാൻ മാറിപ്പോകുന്നതും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളും മൂലങ്ങളും ഈ ലോകത്തുണ്ട്. എന്നാൽ ഈ ശബ്ദം ശ്രമിക്കുന്നവരോട് പറയുന്നു, നാം ഒരുപക്ഷെ മണ്ണിൽ തന്നെ മരിച്ചുപോയെന്ന് വന്നേക്കും. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്.
അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കും. ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും ഹല്ലേലൂയ മായ്ഞ്ഞു പോകുന്ന, നിലനിൽക്കാത്തത്, മായയായതിനെ ഹല്ലേലൂയ മുൻപോട്ട് നയിക്കുവാനുള്ളതല്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിന് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് സഹോദര? പറഞ്ഞു തരാം. ദൈവത്തിന്റെ ഉദ്ദേശം, നിങ്ങൾ സത്യ ദൈവത്തെ അറിയണം. അഖില ഉലകത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ തിരിച്ചറിയണം. വ്യത്യസ്ത പേരുകളിൽ നമ്മൾ ഒരുപക്ഷെ അറിയപ്പെട്ടു എന്ന് വന്നേക്കും. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു നാമമുണ്ട്, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. ചേർന്നാമേൻ പറഞ്ഞാട്ടെ. ആ നാമത്തിന് ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയും. ആമേൻ പറഞ്ഞാട്ടെ. ആ നാമത്തിന് ശാപത്തിൽ നിന്ന് മുക്തി നൽകുവാൻ കഴിയും. ആമേൻ പറഞ്ഞാട്ടെ. ആ നാമത്തിൽ സകല വിടുതലും നടക്കും. ആ നാമത്തിൽ മുടന്തർ എഴുന്നേൽക്കും. ആ നാമത്തിൽ ഹല്ലേലൂയ ചിലർ ദർശനങ്ങളെ കാണും. ആ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന കർത്താവ്, അവൻ രാജാതിരാജാവാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാമ ദൈവമാണ്. അവൻ നിത്യ പിതാവാണ്. നിങ്ങൾ ഒരു പക്ഷേ ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന വ്യക്തികൾ ഈ ശബ്ദം ശ്രമിച്ചു എന്ന് വന്നേക്കും. ഒരുപക്ഷെ രോഗത്തിൽ നിന്ന് ഒരിക്കലും സൗഖ്യം കിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർ ഈ ശബ്ദം കേട്ടു എന്ന് വന്നേക്കും. കുരുടരും മുടന്തരും സൗഖ്യമാകുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂടെ എത്ര പേർക്ക് ഹല്ലേലൂയ ഈ ബ്ലഡിൽ പറയുവാൻ കഴിയും? യെസ്, ആ നാമം യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആ നാമം യേശുവിന്റെ നാമമാണ്. സകല രോഗത്തെ മാറ്റുന്ന, സകല പിശാചിന്റെ തന്ത്രങ്ങളെ മാറ്റുന്ന, സകല അന്ധകാരങ്ങളെ അഴിച്ചു കളയുന്ന, സകല ശാപത്തിന്റെ മുക്തികൾക്ക് നിന്ന് വിടുതൽ നൽകുന്ന ഒരേ ഒരു നാമ, അത് യേശുവിന്റെ നാമ. The name is Jesus Christ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ആ നാമത്തിന്റെ പേര് യേശു എന്നാണ്. ആ നാമത്തിന്റെ പേര് യേശു എന്നാണ്. ആ നാമത്തിന്റെ പേര് യേശു എന്നാണ്. കടഭാരത്തിൽ മുങ്ങിത്താഴുന്ന വ്യക്തികളുണ്ടെങ്കിൽ, രോഗത്തിൽ മുൻപോട്ട് പോകത്തില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, സഹോദര, ഈ വാക്കുകൾ കേൾക്കുന്ന മാന്യശ്രോതാവേ, സഹോദരിമാരെ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന ഒരു നല്ല നാമം, His name is Jesus Christ. ചേർന്ന് കർത്താവിനെ ആമേൻ പറഞ്ഞാട്ടെ. അവന്റെ നാമം യേശു എന്നാണ്. സർവ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം, സർവനാമം ഏറ്റുപാടുന്ന ഒരു നാമം, ഏക സത്യനാമ, അത് യേശുവിന്റെ നാമമാ. എത്ര പേർക്ക് പറയുവാൻ കഴിയോ? അത് യേശുവിന്റെ നാമമാ. അത് യേശുവിന്റെ നാമം മാത്രമാ. Impossible become possible through Christ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു നാമം. ആമേൻ പറയുവാൻ കഴിയുന്നവരുണ്ടോ? അസാധ്യമെന്ന് ലോകം വിധി എഴുതുന്നതിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു നാമം. മൃഗീയമായ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കുന്ന വ്യക്തികളെ ഇരുമ്പറയ്ക്കുള്ളിൽ അധികാരികൾ ഒതുക്കുവാൻ നോക്കിയാലും അവിടെ നിന്ന് അവരെ ഖണ്ഡിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഏക നാമം എന്ന് വിശേഷിപ്പിക്കുന്നത് യേശുവിന്റെ നാമമാണ്. ഏത് കാരാഗ്രഹത്തിലുള്ള വ്യക്തികളെയാണെങ്കിലും, ഏത് ഇരുമ്പ് ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിച്ച വ്യക്തികളെയാണെങ്കിലും അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന ഏക സത്യനാമം യേശുവിന്റെ നാമമാണ്. ഇന്നേക്ക് 5 വൻകരകളും ആർത്തുപാടുന്ന ഒരേ ഒരു നാമം എന്ന് പറയുന്നത്, ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പട്ടണത്തിൽ ഉയർത്തുന്ന യേശുവിന്റെ നാമമാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? നമ്മൾ ഒരുമിച്ച് ആ നാമത്തെ ഉയർത്തുമ്പോൾ ഞാൻ പറയുന്നു, സർവ മുഴങ്ങാല് അവന്റെ മുൻപിൽ മടങ്ങ, സർവജനവും ഏറ്റുപാട്, അവൻ മാത്രം ദൈവം, അവൻ മാത്രമാണ് ദൈവം. രാത്രിയിൽ ഇരിക്കുന്ന ഇരിപ്പിടം വിട്ട് ഒന്ന് എഴുന്നേൽക്കുവാൻ കഴിയുമോ? ഈ നാമത്തെ തന്റെ ഇടത്തോടെ ഉയർത്തുവാൻ കഴിയുന്ന വലിയൊരു സമൂഹം ഇതിന്റെ അകത്തുണ്ട്.
ഇരുമ്പിന്റെ അറകൾ വന്നോട്ടെ, പലപ്പോഴും ഞങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഭീഷണികൾ വന്നോട്ടെ, ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിളിച്ചു പറയുന്നു, കഴുത്തറത്തിട്ടാലും ആ നാമത്തെ ഉയർത്തുവാനാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. ആ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നത് ഒരു മനുഷ്യന്റെ വായിൽ ഒതുങ്ങുന്നതല്ല. ആ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നത് ഒരു വ്യക്തികളെ കൊണ്ടും കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞങ്ങളെ ഇരുമ്പിന്റെ കല്ലറയ്ക്കുള്ളിൽ കിടന്ന വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ട്. ഇത് രാത്രിയിൽ പറയട്ടെ, ചിലതിനെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, രോഗാവസ്ഥയിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭവനം ആത്മഹത്യയുടെ വക്കിലുണ്ടെങ്കിൽ, കടഭാരം നിമിത്തം ഈ ദേശം വിട്ടു പോകണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല നാമമുണ്ട്. ആ നാമത്തിന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ നാമത്തിന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. Hallelujah, hallelujah. Can you please come forward quietly? Yes. Hallelujah, hallelujah. ആ നാമത്തിന്റെ പേര് യേശു എന്നാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാമോ? ഇന്ന് രാത്രി തന്റെ ഇടത്തോടെ നമ്മൾ കർത്താവിനെ ഉയർത്താൻ പോകുകയാണ്. കർത്താവ്, എന്റെ ഒത്തിരി സഹോദരന്മാർ ദൈവ വഴി വിട്ടുമാറി പോകുന്നുണ്ട്. ഈ ദേശത്ത് ലഹരിയുടെ അടിമയിൽ ജീവിക്കുന്നുണ്ട്. നാളെ ഒരു പക്ഷേ ദുഃഖമായിട്ടുള്ള വർത്തമാനം കേൾപ്പിക്കും എന്ന് നാട്ടുകാർ അവരുടെ പേര് എഴുതി വെച്ചിരിക്കുകയായിരിക്കും. ഇന്ന് രാത്രിയിൽ അവരെ വിടുവിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്തുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്. Can you please pray for that people? ഈ ദേശത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച കർത്താവിന് ഒന്ന് സ്തുതികൾ കൊടുത്താട്ടെ. ഹർത്തനി രഗജ ശംദരാദനി വൈഡമന രഗജ ശർത്തേരിയം ദേനിയാല. Jesus, 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 Jesus. എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണോ? എന്റെ കടഭാരത്തിൽ നിന്നൊരു മുക്തി വേണോ? എന്റെ രോഗത്തിൽ നിന്ന് ഒരു പരിപൂർണ വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ആ കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കുവാൻ കഴിയുമോ? കർത്താവെ, ഈ പോസിബിളിനെ അങ്ങേക്ക് പോസിബിൾ ആക്കുവാൻ കഴിയോ? ആ സാധ്യങ്ങളെ ഇന്നും പകൽ സാധ്യമാക്കുന്ന കർത്താവ്. ഇതിന്റെ അകത്താരും പ്രാർത്ഥിക്കാതെ പോകരുത്. ഒരു വാക്കെങ്കിലും ഒരു വാക്ക് ഈ ദേശത്തിന് വേണ്ടി, ഈ ദേശനിവാസികൾക്ക് വേണ്ടി, ഈ ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാമോ? You want to be pray for the great nation. ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഞാൻ പറയുന്നു, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. Yes, 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 yes. Sharteriam Teniala. His name is powerful. അവന്റെ നാമം പവർഫുൾ ആണ്. യേശുവിന്റെ നാമം വല്ലമയാർന്ന നാമമാണ്. യേശുവിന്റെ നാമം അത്ഭുതങ്ങളെ ചെയ്യുന്ന നാമമാണ്. അവന്റെ പേര് എലോഹിം. അവന്റെ പേര് എൽ ഷദായ്. അവന്റെ പേര് എൽ റോയ്. അവന്റെ പേര് യാവേ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ ഈ ദേശത്തിൽ യെസ് 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 ഒരു വാക്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നാവുകൾ ചലിപ്പിച്ച് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ യെസ് Lord, you want to be do the great things. You want to be do the great miracles. You want to do the great and we want to be covered up. ദൈവിക ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി വരുന്നു. ചിലരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിഷമിക്കേണ്ട. ഇന്ന് പകൽ ഇരുളിന്റെ വ്യാപാരത്തെ നീക്കി ഇരുട്ടിന്റെ അറകളെ മാറ്റിക്കൊണ്ട് ഇതാ ഒരു വെളിച്ചം ഇറങ്ങി വരുന്നു. ചിലരുടെ ജീവിതത്തെ നോക്കി പറയുന്നു, ഇതാ ഒരു വെളിച്ചം. ആ വെളിച്ചത്തിന്റെ പേര് പേർക്ക് പറയുവാൻ കഴിയും. യേശു യേശു യേശു. യെസ് യെസ്, റിപ്പീറ്റ് ദാറ്റ് വേർഡ്. യേശു ഇന്ന് പകൽ അത്ഭുതങ്ങളുടെ ദൈവം. യേശു ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ ചലിപ്പിക്കുന്ന ദൈവം. യേശു തീർന്ന രോഗികളെ ഉയർപ്പിക്കുന്ന ദൈവം. യേശു മരണത്തിൽ നിന്ന് മുക്തി തരുന്ന. യെസ് 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 യെസ്. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഏനാത്ത് പട്ടണത്തിൽ
ചലിച്ചു തുടങ്ങട്ടെ. യെസ് 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 റാഖാബാഷോസെ റോസെ ബാദിരിയാല. യെസ് യെസ് മാതാവേ, നിന്റെ വാക്കിനകത്ത് യേശു ചില അത്ഭുതങ്ങൾ റാസ റേഖാലിയ ഹർത്തേരിയ ലെബ്രസെറ്റ് ഹർത്തേ മനാദിയാല. പരിസരം മറന്ന് ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്നവരുണ്ടോ? അത്ഭുതം ചലിച്ചു തുടങ്ങുന്നു, അത്ഭുതം ചലിച്ചു തുടങ്ങുന്നു, അത്ഭുതം ചലിച്ചു തുടങ്ങുന്നു. ട്യൂമറുകൾ മാറട്ടെ, ക്യാൻസറുകൾ മാറട്ടെ, ദൈവിക പ്രവൃത്തികൾ, the moving miracles, ചലിക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ. മനുഷ്യരെ കൊണ്ട് ബന്ധിച്ചു വെക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ അതിനെ തകർക്കുവാൻ ദൈവിക പദ്ധതിക്ക് ചിലർക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നു. ഇരുളിന്റെ വ്യാപാരം നീങ്ങുന്നു. ഇന്ന് പകൽ വെളിച്ചത്തിന്റെ ആത്മാവ്, വെളിച്ചത്തിന്റെ ആത്മാവ് യേശു. ചിലർ യേശുവിനെ വിളിക്കുന്ന പേര് He is the miracle, He is the wonder. അവൻ അത്ഭുതത്തിന്റെ മന്ത്രി. ഇത് പകൽ ചലിക്കട്ടെ, ഇത് രാത്രിയിൽ ചലിക്കട്ടെ, ദൈവിക സാന്നിധ്യം ചലിക്കട്ടെ. തന്റെ ഇടത്തോടെ കർത്താവിനെ ഉയർത്തുവാൻ ഈ ഏഴാമത്തെ പട്ടണത്തിൽ നാളെ ഇതിനകത്ത് എത്ര പേരുണ്ടാകുമെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ദൈവം ചില അത്ഭുതങ്ങളെ കുഞ്ഞെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇന്ന് രാത്രിയിൽ ദൈവം അത്ഭുതത്തെ ചലിപ്പിക്കുവാൻ തുടങ്ങുകയാ. ദൈവ വിദേശത്തിൽ ചിലരെ നേടാൻ പോകുക. ദൈവത്തിന്റെ പ്രവൃത്തി ഈ മിനിസ്ട്രിയിൽ ചെയ്യാൻ പോകുക. The great prayer team, what do we become? Moving miracle. Yes, yes, yes. അഴിയട്ടെ ദൈവിക കല ഇന്ന് രാത്രിയിൽ ചലിച്ചു തുടങ്ങട്ടെ. പിടിച്ചു നിർത്തുവാൻ കഴിയാത്തതുപോലെ വലിയ ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. മാനുഷിക തലത്തിൽ നിന്ന് ആത്മീക തലത്തിൽ. Yes, yes, repeat that word. യേശു, യേശു, യേശു. ഇത് പകൽ യേശു അത്ഭുതങ്ങളുടെ ദൈവം. നിങ്ങളുടെ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇരുളിനെ നോക്ക്. ഇന്ന് പകൽ ആ ഇരുള് മരണത്തിലേക്ക് തള്ളി വിടുവാൻ വന്നതാണ്. ഇന്ന് രാത്രിയിൽ അതിന്റെ അകത്തൊരു വെളിച്ചം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ ഒരു വെളിച്ചം അതിന്റെ അകത്ത് ചലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ ഒരു വെളിച്ചം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തെ ഉയർത്തുവാൻ തന്റെ ഇടമുള്ളവരുണ്ടോ? ദൈവത്തെ ഉയർത്തുവാൻ തന്റെ ഇടമുള്ളവരുണ്ടോ? പരിസരം നോക്കരുത്, ദേശത്തിന്റെ വിടുതലാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. പരിസരം നോക്കരുത്, ദേശത്തിന്റെ വിടുതലാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. അന്യഭാഷ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഇത് പകൽ ഇത് രാത്രിയിൽ അന്യഭാഷയിൽ ചലിക്കട്ടെ. വിദേശത്തിൽ അത്ഭുതങ്ങൾ ചലിക്കട്ടെ. ഏഴാമത്തെ പട്ടണത്തിൽ അത്ഭുതം ചലിക്കട്ടെ. ഇരുളിന്റെ വ്യാപാരം നീങ്ങട്ടെ. മരണത്തിന്റെ കെട്ടുകൾ മാറട്ടെ. ദൈവിക ശക്തി. യെസ് 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 ജീസസ് 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 ജീസസ്. ഇന്ന് പകൽ ചില കെട്ടുകളെ അഴിക്കുവാൻ ഈ നാമം പിടിച്ചു നിർത്തുവാൻ കഴിയാത്തതുപോലെ വലിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരുവാനാണ്, ചില കുടുംബത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ്, ചില കുടുംബത്തിന് മാർഗനിർദ്ദേശം നൽകി കൊടുക്കുവാനാണ്. ഇന്ന് രാത്രിയിൽ ആ നാമം യേശുവിന്റെ നാമം. ജീസസ് ജീസസ് ജീസസ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം.
Mighty Father, we thank you and praise you for this blessed heaven. Thank you for hearing the God's name. Thank you for helping us to deliver the message to the people. Lord, your mighty presence want to be here, Lord. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവിക സാന്നിധ്യം ഇതിനകത്തുണ്ട്. Your great army is with us, Lord. അങ്ങയുടെ ദൂതന്മാർ ഇതിനകത്തുണ്ട്. Your mighty light is inside us, Lord. ഇതിനകത്ത് വെളിച്ചമുണ്ട്. ചില ഇരുളായിരിക്കുന്ന ജീവിതത്തെ മാറ്റുവാൻ, Lord, we pray that as the people are in the darkness place, or they are living in the darkness situations, in the midst you want to do the great miracles among them, Lord. Bless each and everyone together. In the name of Jesus we pray. Amen, 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 amen. എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ഇതുവരെയും സമയത്തെ നൽകി തന്ന the great Indian prayer teamനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്ന അഭിഷേകന്മാരുണ്ട്. ഞാൻ ഏറെ സ്നേഹിക്കുകയും ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റു സ്ഥലത്തേക്ക് ഇത് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ബാധ്യസ്ഥരാണ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. 28 സ്റ്റേറ്റുകൾ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും യേശുവിനെ ഉയർത്തേണ്ടുന്നത് വലിയൊരു ജനറേഷൻ കർത്താവിന് വേണ്ടി, യവനക്കാരെ കർത്താവിന് വേണ്ടി റെഡിയാക്കേണ്ടുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന ഇമ്പോർട്ടന്റ് ആണ്. പ്ലീസ് പ്രേ ഫോർ us. Thank you for this time. God bless.